തട്ടേക്കാട് വനത്തിൽ നായാട്ട് സംഘത്തിലെ യുവാവ് മരിച്ചത് ആനയുടെ ചവിട്ടേറ്റല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തുടയിൽ വെടിയേറ്റതിനെ തുടർന്നുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമെന്ന് കണ്ടെത്തി. ശരീരത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെത്തിയത് ദുരൂഹത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. യുവാവിന്റെ മരണകാരണം സംബന്ധിച്ച് ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആനയുടെ ചവിട്ടേറ്റതല്ല മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. തുടയിൽ വെടിയേറ്റതിനെ തുടർന്നുണ്ടായ അമിത രക്തസ്രാവമാണ് മരണത്തിലേക്ക് നയിച്ചത്. മാത്രവുമല്ല, ശരീരത്തിൽ നിന്നും വെടിയുണ്ട കണ്ടെത്തുകയും ചെയ്തു. കാര്യമായ മറ്റു പരിക്കുകളൊന്നും ശരീരത്തിൽ ഇല്ലാതിരുന്നത് ആനയുടെ ചവിട്ടേറ്റതാണ് മരണകാരണമെന്ന വാദത്തെ ദുർബലപ്പെടുത്തുന്നു. നാടൻ തോക്കിൽ ഉപയോഗിക്കുന്ന വെടിയുണ്ടയാണ് മരിച്ച യുവാവിന്റെ ശരീരത്തിൽ നിന്നും കണ്ടെത്തിയത്. ഇന്നലെ പുലർച്ചെയാണ് നായാട്ട് സംഘം വനമേഖലയ്ക്കുള്ളിൽ വെച്ച് കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായത്. സംഭവത്തിൽ ഒരാൾ മരിക്കുകയും ഒരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കാട്ടാനയുടെ ചവിട്ടേറ്റ് ഒപ്പമുണ്ടായിരുന്നയാൾ മരിച്ചു എന്നായിരുന്നു നായാട്ട് സംഘത്തിലെ മറ്റംഗങ്ങൾ നൽകിയ വിവരം. ജനവാസ മേഖലയിൽ നിന്നും 15 കിലോമീറ്റർ ഉൾവനത്തിൽ വനപാലകർ നടത്തിയ തിരച്ചിലിൽ നാടൻ തോക്കും മറ്റായുധങ്ങളും കണ്ടെത്തുകയും ചെയ്തിരുന്നു. 4 അംഗ നായാട്ട് സംഘത്തിലുണ്ടായിരുന്ന മറ്റു 2 പേർ ഒളിവിലാണ്. ഇവരെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ന്യായപ്പള്ളി സ്വദേശി തങ്കച്ചനെ ചോദ്യം ചെയ്യാനുള്ള ശ്രമവും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. മറ്റു മൃഗങ്ങളെ വെടിവെക്കുന്നതിനിടെ അബദ്ധത്തിൽ വെടിയേറ്റതോ അല്ലെങ്കിൽ അപായപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വെടിവെച്ചതോ ആകാം എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.